രാജമൗലി സംവിധാനം ചെയ്യുന്ന ചിത്രം വാരണാസിക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനം ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളിൽ ശക്തം. സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിലെ രാജമൗലിയുടെ ചില പരാമർശങ്ങളാണ് ഹിന്ദുത്വവാദികളെ ചൊടിപ്പിച്ചത്. അതേസമയം 1200 കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് മാത്രം 25 കോടി ചെലവാക്കിയതിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബ്രഹ്മാണ്ഡ സംവിധായകൻ SS രാജമൗലി ഒരുക്കുന്ന വാരാണസി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടന്നത്. മഹേഷ് ബാബു നായകനാകുന്ന ചിത്രത്തിൽ പൃഥ്വിരാജും കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട്. 1200 കോടി രൂപ ബജറ്റിൽ ഇറങ്ങാൻ പോകുന്ന ചിത്രം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. അഭിനേതാക്കളുടെ പ്രതിഫലം ഉൾപ്പെടെയാണ് 1200 കോടി ബജറ്റ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ട്രെയിലർ ലോഞ്ചായിരുന്നു ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റിയിൽ നടന്നത്. 25 കോടിയോളം രൂപ ഈ ട്രെയിലർ ലോഞ്ചിന് മാത്രം ചിലവായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിന് പിന്നാലെ വ്യാപകമായ വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഒരു ട്രെയിലർ ലോഞ്ചിന് മാത്രം ഇത്രയും പണം ഉപയോഗിച്ചതിനാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം ഉയരുന്നത്. അതിനിടെ വാരണാസിക്കെതിരെ ബഹിഷ്കരണ ആഹ്വാന ക്യാമ്പയിനും സജീവമാണ്. സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിലെ രാജമൗലിയുടെ ചില പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ തന്നെ പഴയ ട്വീറ്റുകളും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ബഹിഷ്കരണ ആഹ്വാനം ഉയരുന്നത്. ടൈറ്റിൽ ലോഞ്ചിൽ തമാശ രൂപേണ ഹനുമാനെ പരാമർശിച്ചതാണ് ഹിന്ദുത്വവാദികളെ ചൊടിപ്പിച്ചത്. താൻ ദൈവവിശ്വാസിയല്ലെന്നും സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു. അവിശ്വാസിയായ രാജമൗലി ദൈവങ്ങളെ വിൽപ്പന ചരക്കാക്കുകയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനം. ദൈവത്തെ ഉപയോഗിച്ച് അദ്ദേഹം പൈസ ഉണ്ടാക്കുകയാണെന്നും ഹനുമാൻ സ്വാമി മറുപടി നൽകുമെന്നുമുള്ള പോസ്റ്റുകളും സജീവമാണ്. രാജമൗലിയുടെ സിനിമ ബഹിഷ്കരിക്കണമെന്ന ക്യാമ്പയിനും വ്യാപകമായി നടക്കുന്നുണ്ട്. അതേസമയം മഹേഷ് ബാബു ആദ്യമായി ഒരു പുരാണ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് വാരണാസി. ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസറിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരനാണ് ചിത്രത്തിലെ പ്രതിനായക കഥാപാത്രമായ കുംഭയായി എത്തുന്നത്. മന്ദാകിനി എന്ന കഥാപാത്രമായി ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്രയും എത്തുന്നുണ്ട്. പല ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗം 2027 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.